ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പം നമ്മൾ ഓരോ സോഴ്സും ഫണ്ട് റേസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പം കമ്പനിക്ക് വരുന്ന ചെലവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പഠിച്ചു. ആ ഡെപ്റ്റിൽ തന്നെ റെഡീമബിളും ഇറെഡീമബിളും ആയിട്ട് ഡിബെഞ്ചറിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് കോസ്റ്റ് ഓഫ് ടേം ലോൺസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് ലോണുകൾ എടുക്കുമ്പം എങ്ങനെയാണ് അതിന് വരുന്ന ചിലവ് എന്ന് പഠിച്ചു. പിന്നെ പഠിച്ചത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ആയിരുന്നു. പ്രിഫറൻസ് ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ ചിലവുകൾ നമുക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ തന്നെ രണ്ട് തരം റെഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയറും ഇറെഡീമബിൾ ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറെഡീമബിൾ എന്നുള്ളൊരു സംഭവം ഇപ്പോൾ ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു മാർഗ്ഗമാണ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാം. അങ്ങനെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ചിലവുകൾ അവിടെ ഉണ്ടാവുന്നു എന്നതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. കാരണം എപ്പോഴും ഇക്വിറ്റിയുടെ കോസ്റ്റ് കമ്പയർ ചെയ്ത് പറയുകയാണെന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൾട്ടാണ് അത് കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല, ഫിക്സഡ് അല്ല. എല്ലാ വർഷവും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ വരുമാനം എന്ന് പറയുന്നത്. റിസ്ക് ഫാക്ടർ എപ്പോഴും അതിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ഒരു ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന പേരിൽ പറയുമ്പോൾ. ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ കമ്പനി മസ്റ്റ് ഏൺ ഓൺ ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് മിനിമം എന്താണോ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാവുന്നത് അതിനെ തന്നെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഷെയർ ഹോൾഡേഴ്സ് എന്താണോ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം നമുക്ക് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം അവർക്ക് അത് കൊടുക്കേണ്ടതുകൊണ്ട് അങ്ങനെ വരുന്നൊരു ചിലവ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് ഏൺ ഓൺ ദ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഒരു ഫേം ഏൺ ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. കാരണം ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ റിമെയിൻസ് അൺചേഞ്ച്ഡ്. മാർക്കറ്റിൽ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ എപ്പോഴും അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ടും വേരിയസ് അപ്രോച്ചസുകളുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡിൽ ഏർണിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. നാലാമത്തേന് പറയുന്നത് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. 4 മെത്തേഡുകളാണ് പ്രധാനമായിട്ടും